Good evening, everyone. Very happy to be here on this great occasion when Sir Said is launching a great mentorship program. I want to thank Dr. My dear friend, Salam Sir, and the management for organizing this great event. It is not easy to bring up this kind of programs, and I was so amazed by the lineup that he has put together. It was one of such programs that helped me get to where I am today. So as we speak, I am in the Austin airport, about to go to Jackson, Mississippi to meet a mentor of mine, and this becomes an accidental coincidence. And I will also get to see the Mississippi River, which influenced me to think always about America growing up. അപ്പോൾ എൻ്റെ ഷർട്ട് കണ്ടോ, ഷർട്ട് പാൻറ് ഹൗസിൽ അടിച്ചാണ് തളിപ്പറമ്പിൽ. ടൈ സിലിക്കൺ വാലിയിൽ നിന്ന് ഇറ്റാലിയൻ ടൈ ആണ്. പിന്നെ എന്നെ കാണുന്ന ഒരു മേഡിൻ നടുവിൽ സർ സയ്യിദ് കൃഷ്ണകുമാറാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഈ ടോപ്പിക്ക് വളരെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കാര്യമാണ്. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരം പരിപാടികൾ ഇത്ര വിപുലമായി ഉണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ ആദ്യം 1991 തളിപ്പറമ്പിൽ സർ സയ്യിദ് കോളേജിൽ ഒരു കമ്പ്യൂട്ടർ ലാബ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എക്സ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടി. അന്ന് 2 ലക്ഷം രൂപ വരുന്ന ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവരുന്നതിൽ ഡിപ്പാർട്ട്മെൻറ്റിനും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആലക്കോട് രാജാവ് എന്നറിയപ്പെടുന്ന രാമവർമ്മ രാജയുടെ പേരക്കുട്ടി ദിലീപ് അന്ന് കണ്ണൂരിൽ കമ്പ്യൂട്ടർ പോയിന്റ് എന്ന സ്ഥാപനം നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം വന്നു, ഞങ്ങളെല്ലാവരും കമ്പ്യൂട്ടറിനെ പറ്റി പഠിച്ചു. അങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ പറ്റി ഞാൻ ആദ്യം വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഓർഗനൈസിങ്. ഇപ്പോൾ കോളേജിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേക സബ്ജക്റ്റല്ല നമ്മൾ പഠിക്കുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫറബിൾ സ്കില്ലാണ്. പലരുമായിട്ട് ഒത്തൊരുമിച്ച് ചിലപ്പോൾ വഴക്കിട്ട്, ചിലപ്പോൾ വളരെ സീരിയസ് ക്ലാസ്സിലിരുന്ന് പഠിച്ച്, ചിലപ്പോൾ നമ്മൾ തോക്കും, ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് മാർക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പരുക്കനായ എന്നെ വളരെ ഇന്ന് കാണുന്ന ഈ ചിരിക്കുന്ന ഈ സൗമ്യനായ എൻ്റെ അച്ഛൻ പറയുന്ന സ്നിഗ്ധനായ ഒരു കൃഷ്ണകുമാറാക്കിയത് സർ സയ്യിദ് കോളേജും അവിടുത്തെ ക്യാമ്പസും അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന ചുറ്റും ഉള്ള ആ ഒരു എക്കോസിസ്റ്റമാണ്. സർ സയ്യിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പഠിപ്പിച്ച് ബൈഹാർട്ട് പഠിച്ച് വിടുന്ന ഒരു സ്ഥലമല്ല, മറിച്ച് നമുക്ക് വളരെ ഒറ്റയ്ക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു വലിയ വളക്കൂറുള്ള മണ്ണാണ് സർ സയ്യിദിൻ്റേത്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഇത് കേൾക്കുന്ന വഴി നിങ്ങളുടെ ജയത്തിൻ്റെ ആദ്യപടി എത്തിയിരിക്കുകയാണ്. റൈസ്. എല്ലാവരും ഇതിൽ കേൾക്കുന്നില്ല. അപ്പോൾ റൈസ് നമ്മൾ ഒരു പടി ഉയർന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മളെ എല്ലാവരും കാണാൻ പറ്റും. ക്ലാസ്സിൽ എഴുന്നേറ്റ് വന്നാലും എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. രണ്ടാമതിന് ചെയ്യേണ്ടത് ഇതൊക്കെ പഠിച്ച് ഇത് സാധാരണ നമ്മളുടെ മനസ്സിലും നമ്മുടെ ജീവിത ദൈനംദിന ശൈലിയിലും ഇത് വരണം. അപ്പോൾ ഇത് വരുമ്പോഴാണ് എന്ത് പറ്റുക, നമുക്ക് പിവറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ എഴുന്നേറ്റ് നിന്നും അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. അപ്പോൾ പിവറ്റ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പോകാം, നിങ്ങൾക്ക് ജേർണലിസം പഠിക്കാം, നിങ്ങൾക്ക് കണക്കെടുത്ത് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആവാം, ഹിസ്റ്ററി പഠിച്ചിട്ട് ആർക്കിയോളജിസ്റ്റ് ആവാം, ബയോളജി പഠിച്ച് ഡോക്ടറാണ്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലേക്കും നിങ്ങൾക്ക് പോകാനുള്ള ഒരു അടിത്തറ ഈ സർ സയ്യിദ് കോളേജ് ഉണ്ടാക്കിത്തരും. അത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ത്രൈവാണ്. നമ്മൾ ഈ റൈസ് ചെയ്ത് പിവറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ചെറിയ മരം മുളച്ച് വലിയ വടവൃക്ഷമാകുന്ന പോലെ നമ്മളിങ്ങനെ പടർന്ന് പന്തലിക്കണം. അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്കതിന് മണ്ണ് വേണം, അതിന് ജീവാംശം വേണം, അതിന് വളം വേണം, അതിന് ആദ്യകാലത്ത് നമ്മൾ ശുശ്രൂഷിക്കാനുള്ള ഈ പുഴുവിൽ നിന്നും മറ്റുമൊക്കെ നമ്മൾ രക്ഷിക്കാനുള്ള ആളുകൾ വേണം, നോക്കുവളം വേണം, ദൃഷ്ടിവളം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമുക്ക് തരുന്നത് നമ്മൾ അധ്യാപകരും അതുപോലെ തന്നെ കോളേജിലെ ജീവിതവുമാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ കോളേജിൽ എല്ലാ നിമിഷവും ഉപയോഗപ്പെടുത്തുക. ഒരു 10ാം ക്ലാസ്സുകാരനെയും ഒരു കോളേജ് വിദ്യാർത്ഥിയെയും തരംതിരിക്കുന്നത് ഈ കോളേജിലെ ഈ എക്സ്പീരിയൻസ് ആണ്. സാധാരണ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ, സ്നേഹം, ദയ, പാരവെപ്പ്, കൊള്ളിവെപ്പ്, അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളോട് നിങ്ങൾ കടന്നു പോകും. നിങ്ങൾ ഒരു ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ഒരു
എന്താ പറയുക അംഗക്കളരെയാണ് ക്യാമ്പസുകൾ. അതിൽ ഏറ്റവും മനോഹരമാണ് സർ സയ്യിദിൻ്റെ ക്യാമ്പസ്. ഞാൻ അടുത്ത് തന്നെ ഒരു കുറിപ്പ് എഴുതുന്നുണ്ട്, അതിൽ ഞാൻ കൂടുതൽ വിവരിക്കാം. പക്ഷേ ഇന്ന് ഈ പരിപാടിയിൽ വന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി. നിങ്ങൾക്ക് എന്ത് എത്തിപ്പിടിക്കണമോ അതൊക്കെ എത്തിപ്പിടിക്കാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. പക്ഷേ അതിനുള്ള ട്രാൻസ്ഫറബിൾ സ്കിൽസ്, ഹ്യൂമൻ സ്കിൽസ്, മനുഷ്യരോട് പെരുമാറാനുള്ള സ്കിൽ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇപ്പോഴാണ്. നാം ബിസിനസ് ചെയ്യുന്നതും നാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ യന്ത്രങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റ് സൈബർ സെക്യൂരിറ്റി തൊട്ട് സ്റ്റാർഷിപ്പ് വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇടപെടുന്നത് മനുഷ്യരോടാണ്. അതുകൊണ്ട് കോളേജിൽ നിന്ന് പഠിക്കുന്ന മനുഷ്യരോട് ഇടപഴകാനുള്ള ആ അസാമാന്യമായ കഴിവ് നിങ്ങൾക്ക് ഓരോ തലത്തിലും കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു. ജയ് സർ സയ്യിദ്, ജയ് സർ സയ്യിദ്. താങ്ക് യു. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ സൈനിക സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് സർ സയ്യിദ് കോളേജിലേക്ക് വരുമ്പോൾ ഒരു പരുക്കൻ പട്ടാളക്കാരനായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഫിസിക്സിൽ ലക്ഷ്മണൻ സാറിൻ്റെയും ഒക്കെ ക്ലാസ്സിലേക്ക് വരുന്നത്. സാധാരണ നമ്മൾ കുട്ടികളാണ് അധ്യാപകർക്ക് ഇരട്ടപ്പേരും വട്ടപ്പേരൊക്കെ ഇടുന്നത്. അന്ന് ഈ കമ്പ്യൂട്ടർ കൊണ്ടുവന്നുകൊണ്ടും അതുപോലെ തന്നെ കോളേജിലിരുന്ന് കോളേജിൻ്റെ ഭരണചക്രം തിരിക്കുന്നതുകൊണ്ടൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU. അദ്ദേഹമാണ് കമ്പ്യൂട്ടറിൻ്റെ ആദ്യ ലോജിക് ക്ലാസ്സുകൾ പഠിപ്പിച്ചത്. അപ്പോൾ അതായിരുന്നു പിന്നെ എൻ്റെ മനസ്സിൽ മുഴുവൻ. എപ്പോഴും ഒരു വളരെ നല്ല സൂപ്പർ ബ്രെയിൻ പവർ ഉള്ളത് എനിക്ക് വളരെ അനുഗ്രഹമായി. നേരത്തെ നിന്ന സ്ഥലത്ത് ഭയങ്കര നോയ്സ് ആയതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങോട്ട് മാറി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 3 മേഖലകളിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, നിങ്ങൾ പഠിച്ച മേഖലയിൽ അത് പാഷനാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറോ അല്ലെങ്കിൽ ലെക്ചറോ അല്ലെങ്കിൽ അധ്യാപകനോ അല്ലെങ്കിൽ റിസർച്ച് സയൻറ്റിസ്റ്റോ ഒക്കെ ആയി മാറാം. നിങ്ങളുടെ അതേ ഫീൽഡിൽ PhD എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകും. അതിന് അമേരിക്കയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് BSc കഴിഞ്ഞതിന് ശേഷം മാസ്റ്റേഴ്സിന് അമേരിക്കയിൽ വരാം. ഇവിടെ എക്സ്ചേഞ്ച് പ്രോഗ്രാമും ട്വിന്നിങ് പ്രോഗ്രാമും ഒക്കെ ഉണ്ട്. അത് സലാം സാറിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞുതരും. രണ്ടാമത്, നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് മാറാം. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബോട്ടണി എടുത്താലോ സുവോളജി എടുത്താലോ അറബി എടുത്താലോ ഇംഗ്ലീഷ് എടുത്താലോ കൊമേഴ്സ് എടുത്താലോ ഒന്നും ഒരു സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. മാത്രമല്ല, സൈബർ സെക്യൂരിറ്റി ആളുകൾ ചോദിക്കുന്നത് പല വ്യത്യസ്തത്തിൽ പല ഭാഷകൾ പല സബ്ജക്റ്റുകൾ പഠിച്ചവരാണ്. കാരണം മനുഷ്യരെ പല രീതിയിൽ നോക്കാൻ പല കണ്ണുകൾക്ക് കഴിയും. ഇത് മൂന്നാമത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടറും തന്നെയാണ് ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. നിർമ്മിത ബുദ്ധി, ഒരുപാട് ഡിവൈസുകൾ, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യനെ പണ്ട് കമ്പ്യൂട്ടർ വന്ന പോലെ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇലക്ട്രിസിറ്റി വന്ന പോലെ ഇത് ഒരു വലിയ ഒരു സംഭവമായി മാറും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നേരിട്ട് സംസാരിക്കണമെന്നില്ല. ഞാൻ എൻ്റെ ChatGPT പറയും, ഒരു കാര്യം ചെയ്യും, സർ സയ്യിദിലേക്ക് എൻ്റെ ഒരു വീഡിയോ സ്പീച്ച് കൊടുക്കൂ, ഇന്ന കാര്യമാണ്, ഇന്നതാണ് കാര്യം. നമ്മളൊരു കസ്റ്റമൈസ് ചെയ്യണം. അതിനാണ് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് പോയി എൻ്റെ വീഡിയോ എടുത്ത് അതിനകത്ത് എൻ്റെ സൗണ്ട് വെച്ച് എൻ്റെ അതേ സൗണ്ട് ഓൾറെഡി ഇനി അറിയാം സാധനത്തിന്. അത് ഞാൻ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ChatGPT അങ്ങനത്തെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്കിതിനൊരു പ്രിലിമിനറി ബേസ് ഇല്ല. 10ാം ക്ലാസ് പാസ്സാകണം, BScക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നൊന്നും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനോ അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കാനോ ഒരാളും ചോദിക്കുന്നില്ല. നിങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതാണ് മാത്രം നോക്കുന്നത്. എൻ്റെ സൈനിക സ്കൂളിൽ ഒരു അധ്യാപകൻ പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താം. അദ്ദേഹം പറയുന്നത്, വലിയ എഞ്ചിനീയറായ ശേഷം ഒരാൾ പോകുന്നതും ഒരു സാധാരണ റോഡ് സൈഡിലുള്ളൊരു മെക്കാനിക്ക് വളരെ പെട്ടെന്ന് കാറിൻ്റെ ടയർ മാറ്റി തരുക അല്ലെങ്കിൽ ടയർ ഫിക്സ് ചെയ്യുന്നില്ലേ, അതാണ് നമ്മുടെ സ്കില്ല്. അത് നമ്മൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുപോലെ ഇരിക്കും. നമ്മളുടെ ശക്തി, അതിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വീക്ക്നെസ് ഉണ്ടാവും, പക്ഷേ വീക്ക്നെസ് നമ്മൾ മറച്ചു വെക്കുകയല്ല വേണ്ടത്. വീക്ക്നെസ്സിന് മേലെ വർക്ക് ചെയ്യല്ല വേണ്ടത്. നിങ്ങളുടെ ശക്തിയുടെ മേൽ കൂടുതൽ വർക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോഴാണ് നിങ്ങളുടെ ശക്തി വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെയും ഒക്കെ ചില സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ആദ്യം വരുമ്പോൾ കാണാൻ അതിൽ കുറച്ചൊക്കെ ബഗ്സൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അവർ മെല്ലെ മെല്ലെ അതിനെ വളരെ സ്മൂത്തായിട്ട് അതിന് മാറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അമേരിക്കയിലേക്ക് വരാൻ എല്ലാവർക്കും അവസരമുണ്ട്. ഹയർ സ്റ്റഡീസാണ് ഏറ്റവും നല്ലത്. നേരിട്ട് ജോലിക്ക് വരുന്നതിന് നല്ലത്. ഇവിടെ വന്ന് ഹയർ സ്റ്റഡീസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് തേടുക. ഇവിടെ ട്രംപ് വരുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല അടക്കില്ല. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യൻ കുട്ടികളില്ലാണ്ട് ജീവിക്കാൻ, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. സാമ്പത്തികമായിട്ട് അവർക്ക് ഒരു പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല, വയബിൾ ആകാൻ പറ്റില്ല.
അപ്പോൾ നിങ്ങളെല്ലാവരും അപേക്ഷിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപേക്ഷിക്കുകയാണ്. ഞാൻ ത്രോ ദ ഹാറ്റ് ഇൻ ദ റിംഗ്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വഴിയും, ഞാൻ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും വന്ന് നിങ്ങൾക്ക് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കോ കാനഡയിലേക്കോ എങ്ങോട്ടാണ് നിങ്ങൾക്ക് ഉപരിപഠനത്തിന് പോകേണ്ടത് അങ്ങനെ പോകാൻ പറ്റും. ഉപരിപഠനത്തിന് അവിടെ പോയി ജോലി കിട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി ആ സാഹചര്യവും അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ സ്റ്റൈലും അവിടെ വർക്ക് എത്തിക്കും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് ഈ പഠിച്ചാലുള്ള ഗുണം. മാത്രമല്ല പഠിച്ചു കഴിയുമ്പോൾ 3 കൊല്ലത്തെ ഇവിടെ സ്റ്റേ ബാക്ക് കിട്ടും. അത് നമുക്ക് ഒരു വലിയ ഉപകാരമാകും. അപ്പോൾ എല്ലാവർക്കും വളരെ താങ്ക്സ്. എല്ലാവർക്കും ഗുഡ് ലക്ക്.